ഗുഡ് മോർണിംഗ് ടു എവറി വൺ. സ്പോക്കൺ ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളാണ്, ഫ്രേസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താണ്? എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയാം, എൻ്റെ ഒരു സുഹൃത്ത് മൈ വൺ ഫ്രണ്ട് അല്ലെങ്കിൽ വൺ മൈ ഫ്രണ്ട്, ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. എന്ന് പറയാം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, അതിൽ നിന്നും ഒരാൾ, അല്ലേ, ഒരു കൂട്ടുകാരൻ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇവിടെ ഫ്രണ്ട്സ് തന്നെ എഴുതണം, അത് മറക്കരുത്. കാരണം ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടല്ലോ, അതിൽ നിന്നും ഒന്നല്ലേ. അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഇനി പറയണം, അവളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒന്ന്. അപ്പോൾ പറയാം വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ്. ഇനി അവൻ്റെ ഒരു കൂട്ടുകാരനാണല്ലോ, വൺ ഓഫ് ഹീസ് ഫ്രണ്ട്സ്. എന്താണ്? വൺ ഓഫ് ഹീസ് ഫ്രണ്ട്സ്, അവൻ്റെ ഒരു കൂട്ടുകാരൻ. വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ്, അവളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടുകാരൻ. ഇനി പറയാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. വൺ ഓഫ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്സ്. എൻ്റെ ഫാദറിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫാദേഴ്സ് ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫാദേഴ്സ് ഫ്രണ്ട്സ്. ക്ലിയർ? ഇനി പറയാണ്, രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടി, രാഹുലിൻ്റെ ഒരു ഫ്രണ്ട്സ്, രാഹുലിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. രാഹുലിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. പറയാം വൺ ഓഫ് രാഹുൽസ് ഫ്രണ്ട്സ്. വൺ ഓഫ് രാഹുൽസ് ഫ്രണ്ട്സ്. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത്. ക്ലിയർ? ഇനി പറയണം, എൻ്റെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, രണ്ടെണ്ണം. അപ്പോൾ വൺ എന്ന് പറയുന്ന പകരം എന്ത് ചെയ്യുക? ടു ഓഫ് മൈ ഫ്രണ്ട്സ് came to me yesterday. Two of my friends came to me yesterday. എൻ്റെ മൂന്ന് കൂട്ടുകാർ ഇവിടെ വന്നിരുന്നു. Three of my friends came to me yesterday. Three of my friends came to me yesterday. ഓക്കെ, ഇതുപോലെയാണ് പറയേണ്ടത്. ക്ലിയർ? അപ്പോൾ വൺ മൈ ഫ്രണ്ട് അല്ലെങ്കിൽ മൈ വൺ ഫ്രണ്ട് എന്ന് പറയരുത്. എന്ന് പറയാം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് പറയാം. ഇനി അടുത്താണ് എൻ്റെ കുറച്ച് കൂട്ടുകാർ. എൻ്റെ കുറച്ച് മൈ സം ഫ്രണ്ട്സ്. സം മൈ ഫ്രണ്ട്സ് എന്ന് പറയരുത്. എന്ന് പറയാം സം ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. എന്ന് പറയാം സം ഓഫ് മൈ ഫ്രണ്ട്സ്. ഇതൊരു 4-5 പ്രാവശ്യം വായിച്ചാൽ മതി. സം ഓഫ് മൈ ഫ്രണ്ട്സ്. സം ഓഫ് മൈ ഫ്രണ്ട്സ് കെയിം ടു മീ യെസ്റ്റർഡേ. ഇന്നലെ എൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ, ഇനി അടുത്താണ് അവൻ്റെ കുറച്ച് കൂട്ടുകാർ. പറയാം സം ഓഫ് ഹിസ് ഫ്രണ്ട്സ്. സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് കെയിം ടു മീ. അവൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. കംപ്ലീറ്റ്. ക്ലിയർ? ഇനി അവളുടെ കുറച്ച് കൂട്ടുകാർ എങ്ങനെ വന്നിരുന്നു? സം ഓഫ് ഹെർ ഫ്രണ്ട്സ്. സം ഓഫ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു മീ യെസ്റ്റർഡേ. അവളുടെ കുറച്ച് കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ ബ്രദറിൻ്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്നു. പറയാം നിങ്ങളുടെ ബ്രദറിൻ്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ യുവർ ബ്രദേഴ്സ്. പറയാം സം ഓഫ് യുവർ ബ്രദേഴ്സ്. സം ഓഫ് യുവർ ബ്രദേഴ്സ് ഫ്രണ്ട്സ്. സം ഓഫ് യുവർ ബ്രദേഴ്സ് ഫ്രണ്ട്സ് കെയിം ടു യുവർ ഹോം. ക്ലിയർ? അപ്പോൾ അത് ക്ലിയർ ആയി അല്ലേ? ഇങ്ങനെ ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഇനി അടുത്താണ് എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. പറയാം മെനി ഓഫ് മൈ ഫ്രണ്ട്സ് കെയിം ടു മീ യെസ്റ്റർഡേ. അവളുടെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ എന്നെ കാണാൻ വന്നു. ബർത്ത്ഡേ ആയിരുന്നു, എന്നെ കാണാൻ വന്നു. പറയാം അവളുടെ മെനി ഓഫ് ഹെർ ഫ്രണ്ട്സ് എന്നാണ്. മെനി ഓഫ് ഹെർ ഫ്രണ്ട്സ്, അവളുടെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ വന്നു. came to me yesterday. ഓക്കെ, അവൻ്റെ ഒരുപാട് കൂട്ടുകാർ. മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ്. മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് came to me. മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് came to him അല്ലെങ്കിൽ ഹെർ അല്ലെങ്കിൽ മീ എന്ന് പറയാം. ഓക്കെ, എങ്ങനെയും പറയാം. ഇനി അടുത്താണ് എൻ്റെ ബ്രദറിൻ്റെ ഒരുപാട് കൂട്ടുകാർ. എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ബ്രദറിൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ വന്നു. പറയാം മെനി ഓഫ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്സ്. മെനി ഓഫ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്സ് came to me yesterday. came to me yesterday. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ്. ഇത് വായിക്കാൻ മറക്കരുത്, വായിക്കണം. ഇനി അടുത്താണ് നോക്കാം. അപ്പോൾ എന്തായി? എൻ്റെ ഒരു കൂട്ടുകാരാകുമ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനി എൻ്റെ കുറച്ച് കൂട്ടുകാരാണെങ്കിലോ സം ഓഫ് മൈ ഫ്രണ്ട്സ്. ഒരുപാടാണല്ലോ, എൻ്റെ ഒരുപാട് കൂട്ടുകാരാണെങ്കിലോ മെനി ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനി അടുത്ത് നോക്കാം. അടുത്താണ് ഇവിടെ എൻ്റെ മിക്ക സുഹൃത്തുക്കളും എന്താണ്? പഠിച്ചവരാണ്, നല്ല വിവരമുള്ളവരാണ്. അങ്ങനെ പറയാം. most of my friends are educated. ഓക്കെ, എൻ്റെ മിക്ക സുഹൃത്തുക്കളും എന്താണ്? എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ പറയണ അവൻ്റെ മിക്ക സുഹൃത്തുക്കളും എന്താണ്? നല്ലവരാണ്.
മോസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആർ ഇന്നസെന്റ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആർ വെരി ഗുഡ്, ഇന്നസെന്റ്. ഇനി അടുത്ത അവളുടെ മിക്ക സുഹൃത്തുക്കളും എന്താണ്? എഡ്യൂക്കേറ്റഡ് ആണ്. എന്ന് പറയാം. യെസ്, മോസ്റ്റ് ഓഫ് ഹർ ഫ്രണ്ട്സ് ആർ എഡ്യൂക്കേറ്റഡ്. അല്ലെങ്കിൽ അവളുടെ മിക്ക സുഹൃത്തുക്കളും എന്താണ്? റിച്ച് ആണ്. എന്താണ്? പൈസ ഉള്ളവരാണ്. പറയാം മോസ്റ്റ് ഓഫ് ഹർ ഫ്രണ്ട്സ് ആർ റിച്ച്. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും മിക്ക സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ മിക്ക സുഹൃത്ത് പറയുകയാണെങ്കിൽ എന്താ പറയുക? മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ മിക്ക സുഹൃത്തുക്കളും മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനി അടുത്താണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും. നിങ്ങൾ പറയണം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്ന് പറയാം all my friends my old friends എന്ന് പറയരുത്. എന്താ പറയുക? all of my friends, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും. all of my friends are very good, all of my friends are educated, all of my friends are rich, all of my friends are whatever. ഓക്കെ, എന്തെങ്കിലും. ഇനിയാണ് അവൻ്റെ എല്ലാ സുഹൃത്തുക്കളും വളരെ എന്താണ്? റിച്ച് ഫാമിലി, റിച്ചാണ്. റിച്ച് എന്ന് പറയാം all of his friends are rich, all of his friends are educated, all of his friends are very good. ഇനി അവളുടെ എല്ലാ ഫ്രണ്ട്സും all of her friends. അപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് all of ചേർക്കുക. എല്ലാവർക്കും all of my friends, all of his friends, all of her friends. ഇനി എൻ്റെ ബ്രദറിൻ്റെ എല്ലാ കൂട്ടുകാരും all of my brother's friends. ഇങ്ങനെ പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ 2 കൂട്ടുകാരെ കുറിച്ച് മാത്രം പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ 2 സുഹൃത്തുക്കളെ കുറിച്ച് മാത്രം പറയണം. അങ്ങനെ 2 സുഹൃത്തുക്കളെ കുറിച്ച് മാത്രം പറയുമ്പോൾ നിങ്ങൾ എന്താക്കരുത്? നിങ്ങൾക്ക് ചേർക്കണം എങ്ങനെ? ഈദർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 2 കൂട്ടുകാരെ കുറിച്ച് പറയണം. നിങ്ങൾ 2 കൂട്ടുകാരുണ്ട്, അതിൽ നിന്നും ഒരാൾ എന്താണ്? റിച്ചാണ് എന്ന് പറയാം. ഈദർ ഓഫ് മൈ ഫ്രണ്ട്സ്. നിങ്ങളിവിടെ ഈദർ ചേർക്കുമ്പോൾ 2 കൂട്ടുകാരെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ 2 കൂട്ടുകാരിൽ നിന്ന് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചേർക്കുക? ഈദർ ആണ് ചേർക്കേണ്ടത്. എന്ന് വെച്ചാൽ 1 out of 2. ഓക്കെ, എന്താ പറയുക? ഈദർ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, എഡ്യൂക്കേറ്റഡ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈസാണ് വരേണ്ടത്, കാരണം ഈദർ സിംഗുലർ ആണ്. ഓക്കെ, ഇനി അടുത്താണ് നിങ്ങൾ പറയണം എൻ്റെ 2 സുഹൃത്തുക്കൾ ആരുമില്ല. നീദർ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. neither of my friends is rich. അപ്പോൾ 2 കൂട്ടുകാരിൽ നിന്നും 2 സുഹൃത്തുക്കളിൽ നിന്നും ഒന്നാണെങ്കിലോ ഈദർ ഉപയോഗിക്കണം. അവിടെ എന്ത് ഉപയോഗിക്കരുത്? ഇത് ഉപയോഗിക്കരുത്. ഓക്കെ, 2 of my friends എന്ന് ഉപയോഗിക്കരുത്. ക്ലിയർ? 2 of my friends എന്ന് ഉപയോഗിക്കരുത്. എന്ന് പറയാം ഈദർ ഉപയോഗിക്കണം. either of my friends, neither of my friends. 2 ആകുമ്പോൾ ഈദർ അല്ലെങ്കിൽ നീദർ. ഈദർ ആണെങ്കിൽ എന്താണ്? 1, 2ൽ 1. നീദർ ആണെങ്കിലോ 2ൽ ആരുമില്ല. ഇനി അടുത്താണ് നിങ്ങൾക്ക് ആകെ 2 കൂട്ടുകാരേ ഉള്ളൂ, 2 സുഹൃത്തുക്കളേ ഉള്ളൂ. 2 ആളെ കുറിച്ച് പറയണമെങ്കിലോ അപ്പോൾ നിങ്ങൾ ഓൾ ഉപയോഗിക്കരുത്. all of my friends ഉപയോഗിക്കാതെ ബോത്ത് ഉപയോഗിക്കും. both of my friends. എന്താണ്? both of my friends. 2ൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഓൾ ഉപയോഗിക്കുക. ഇപ്പോൾ 3 പേരാണെങ്കിലോ 3 പേർ നല്ലവരാണ്. all of my friends are good. ആകെ 2 പേരേ ഉള്ളൂ, ആകെ 2 കൂട്ടുകാരേ ഉള്ളെങ്കിലോ ബോത്ത് ഉപയോഗിക്കുക. both of my friends are rich. നിങ്ങൾ 2 പേർ, both of you are very good, both of you are educated. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ക്ലിയർ?